blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. നമുക്ക് ഈ സമയത്ത് പരമാർത്ഥ ഹൃദയത്തോടെ ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്തവർക്കായി ആദ്യമേ തന്നെ പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് എല്ലാവരും ലോകം എമ്പാടും ഇത് കാണുന്നവർ പ്രാർത്ഥിക്കുക. കർത്താവെ, ഈ സമയത്ത് രത്നമ്മ ശേഖരനായി പ്രാർത്ഥിക്കുന്നു. തനിക്ക് കർത്താവ് തൻ്റെ വീടിൻ്റെ കാര്യത്തിൽ അനുകൂലമായ ഒരു കോടതി വിധി ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിച്ച് ഈ സഹോദരിയെ അനുഗ്രഹിക്കുന്നു. കർത്താവ്, ഈ സമയത്ത് ഗോവയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതുമ്പോൾ കർത്താവെ, അതിൽ ഉയർന്ന ജയം അങ്ങ് നൽകി അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. നല്ലൊരു റിസൾട്ട് കർത്താവ് നൽകുന്നതിനായി നന്ദി പറയുന്നു. അതുപോലെ കർത്താവെ, താനയിൽ നിന്നും സിബി ജേക്കബിനായും റെമി സിബിക്കായും പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും അങ്ങ് നിറയ്ക്കുമ്പോൾ തന്നെ കർത്താവെ, റെമിക്ക് കർത്താവെ നല്ല ഒരു ജോലി കൊടുത്ത് അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഈ 3 കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. അനേകർക്ക് ഇന്നത്തെ എപ്പിസോഡ് ഒരു അനുഗ്രഹമായി മാറുമ്പോൾ തന്നെ അനേക ഇരട്ടി അനുഗ്രഹം നിങ്ങളുടെ മേൽ കർത്താവ് ചൊരിയട്ടെ എന്ന് ഉള്ളിൽ പ്രാർത്ഥിക്കുന്നു. നമ്മൾ വേഗത്തിൽ ഒരു മിറക്കിൾസ് ടുഡേയിലേക്ക് പോവുകയാണ്. നട്ടലിന് തകരാറുള്ള, ഡിസ്കിന് പ്രോബ്ലമുള്ള, സ്പൈന് പ്രോബ്ലമുള്ള, സ്പൈനൽ കോഡിന് പ്രോബ്ലമുള്ള ഒത്തിരി പേർ ജീവിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളിനി കേൾക്കാൻ പോകുന്ന സാക്ഷ്യത്തിൽ ഒരു സഹോദരിയെ കർത്താവ് 17 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സർജറി കഴിഞ്ഞു വീണ്ടും അതേ പ്രശ്നം ആവർത്തിക്കുന്നു. എന്നാൽ അത്ഭുതകരമായി ബ്ലെസ്സിങ് ടുഡേയിലൂടെ യേശു കർത്താവ് അവളെ സൗഖ്യമാക്കി. ഇത് ഇന്ന് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ വിശ്വാസത്തോടെ ഞാൻ പറയട്ടെ, നിങ്ങളെയും സൗഖ്യമാക്കുവാൻ യേശുവിന് ശക്തിയുണ്ട്, അവന് മനസ്സുണ്ട്. ഉള്ളിൽ വിശ്വസിക്കാമോ? കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം ഒരു മിറക്കിൾ ടുഡേ നിങ്ങളുടെ ലൈഫിലും ഉണ്ടാകാൻ ഉള്ളിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടുകൂടെ ഈ മിറക്കിൾസ് ടുഡേ കണ്ടാലും. അതൊരു വലിയ 2 സാക്ഷ്യങ്ങളാണ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ നടന്നത്. 17 വർഷങ്ങൾക്ക് മുൻപ് ഈ സഹോദരിയുടെ സ്പൈന്, നട്ടലിന് വലിയ പ്രശ്നങ്ങളുണ്ടായിട്ട് അതിനിടയിൽ നെർവൊക്കെ ജാമായി ഭയങ്കര വേദനയായിട്ട് ഈ സഹോദരിയുടെ ഓപ്പറേഷൻ നടത്തിയതാണ്. 17 വർഷങ്ങൾക്ക് മുമ്പ് ഓപ്പറേഷൻ നടത്തിയത് കൊച്ചിൻ സ്പൈൻ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവർ പറഞ്ഞു, അന്നത്തെ കാലത്ത് നമ്മുടെ ആ നാട്ടിൽ നടത്തിയ ഏറ്റവും വലിയ ഓപ്പറേഷൻ ആയിരുന്നു. അത് പേപ്പറിലൊക്കെ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് അത്രയും വലിയ ആ ഒരു സർജറിയാണ് നടന്നത്. അതിനുശേഷം 2 വർഷങ്ങൾക്ക് മുൻപ് പിന്നെയും ആ സഹോദരിക്ക് ആ വേദന ചെറുതായിട്ടൊക്കെ തുടങ്ങി. ഏകദേശം ഒരു 4-5 മാസങ്ങൾക്ക് മുൻപ് ആ വേദന വല്ലാതെ കൂടി, പണ്ടത്തേതുപോലെ പിന്നെയും വേദന കൂടി. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെയും പണ്ടത്തെ പോലെയുള്ള അസുഖമായി, ആ നെർവെല്ലാം അതിനിടയിൽ ജാമായി. ആദ്യം ചെയ്തതുപോലെയുള്ള ഓപ്പറേഷൻ പിന്നെയും ഏകദേശം അതുപോലെയുള്ള ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്തിരുന്നു.
ഇവരത് കേട്ട് വളരെ വിഷമമായി. അവർ നേരെ എറണാകുളത്തുള്ള നമ്മുടെ കോൾ സെൻറ്റർ വിളിച്ചു പറഞ്ഞു. അവർ പ്രാർത്ഥിച്ചു, ഒരു ആശ്വാസം ലഭിച്ചു. എന്നാൽ കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ബ്രദർ ഡാമിയൻ ടി വിയിലൂടെ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, നട്ടലിന് വേദനയുള്ള ഒരു സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇത് എത്ര മാസങ്ങൾക്ക് മുമ്പാണ്? ഏകദേശം 4 മാസങ്ങൾക്ക് മുൻപ് ടിവിയിലൂടെ പ്രശ്നം പറഞ്ഞ് ബ്രദർ പ്രാർത്ഥിക്കുന്ന സമയത്ത് സിസ്റ്റർ പറഞ്ഞു, സിസ്റ്റർക്ക് വേണ്ടിയാണോ അത് പറഞ്ഞതെന്നൊന്നും സിസ്റ്റർക്ക് തോന്നിയില്ല. പക്ഷേ അതിനുശേഷം ആ വേദന നിന്നു. അതിനുശേഷം വേദന വന്നിട്ടില്ല. പിന്നെ ആ വേദന തനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഉണ്ടായ വ്യത്യാസം, അനുഭവിച്ച വ്യത്യാസം എന്താണ്? വ്യത്യാസം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ ആ പറയുന്നതെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല, അങ്ങനെ അറിയില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എന്നും ബ്ലെസ്സിംഗ് ടുഡേ കാണുന്ന കാരണം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കായിരിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിയുന്തോറും പിന്നെ എനിക്ക് ആ വേദന കുറഞ്ഞു. പിന്നെ ഏറ്റവും മെയിനായിട്ട് എനിക്ക് രാത്രി കിടക്കാൻ പറ്റൂലായിരുന്നു, കിടക്കാനായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് നേരെ നിവർന്ന് കിടന്ന് ഒത്തിരി വർഷങ്ങളായി. നേരെ നിവർന്ന് കിടക്കാൻ പറ്റില്ല, നിവർന്ന് കിടക്കാൻ പറ്റില്ല. ഒന്നിനും ഒരു സൈഡിലേക്ക് അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിലേക്ക്, അതിങ്ങനെ ചുരുണ്ട കിടക്കാൻ പറ്റുള്ളൂ, ഇങ്ങനെ നിവർന്ന് കിടക്കാൻ പറ്റില്ല. സൈഡിലേക്ക് ഇങ്ങനെ ചുരുണ്ട് കിടക്കണം, ഒരു കംഫർട്ട് കിട്ടും, അങ്ങനെ കിട്ടുള്ളൂ. ഇപ്പൊ ഇത് പറഞ്ഞതിന് ശേഷം എനിക്ക് അത്ര ബുദ്ധിമുട്ടില്ല. ഇപ്പൊ കുറച്ചു നേരമൊക്കെ നേരെ കിടക്കാം, പിന്നെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കുന്നതിന് വേദന വന്നിട്ടില്ല. പിന്നെ എനിക്ക് വേദന വന്നിട്ടേ ഇല്ല. ഇപ്പോൾ വേദനയും ഇല്ല. പിന്നെ കാലിൻ്റെയും ഞരമ്പ് ഇങ്ങനെ വലിച്ചു പിടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതാണ് ഇതിന്റെ മെയിൻ. ആ ഞരമ്പുകൾ സ്പൈനിൽ നിന്ന് ഈ മജ്ജ പുറത്ത് വന്ന് കാലിന്റെ ഞരമ്പിനെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അതിങ്ങനെ വലിയുമായിരുന്നു. ഇപ്പൊ ഏതായാലും ആ വേദന ഇല്ല. 4 മാസമായിട്ട് സൗഖ്യം അനുഭവിക്കുന്നു. 4 മാസമായിട്ട് നല്ലോണം സൗഖ്യം അനുഭവിക്കുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഗൂഡല്ലൂരിൽ അസൂയ ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കൈ അടിച്ച് യേശുവിന് നന്ദി പറയുക. മറ്റുള്ളവർക്ക് കർത്താവ് ഒരു അനുഗ്രഹം കൊടുക്കുമ്പോൾ നമുക്ക് കൂടെ ചേർന്ന് സന്തോഷിക്കാം. ആ സഹോദരി ആ സാക്ഷ്യം പറയാൻ വേണ്ടി സുൽത്താൻ ബത്തേരിയിൽ വന്നു. പക്ഷെ അന്ന് പല കാരണങ്ങൾ കൊണ്ട് സാക്ഷ്യം പറയാൻ കഴിഞ്ഞില്ല. എവിടെയാണ് ഇപ്പൊ താമസിക്കുന്നത്? ഗൂഡല്ലൂരാണ്. ഇവിടുന്ന് സാക്ഷ്യം പറയാൻ സുൽത്താൻ ബത്തേരിയിൽ വന്നതാണ്. കഴിഞ്ഞില്ല. ആ സഹോദരിയുടെ ഭർത്താവും മക്കളും ഇവിടെ വന്നിട്ടുണ്ട്. ഒരു സാക്ഷ്യം കൂടെ എവിടെയാ? തൊട്ടു പുറകിലെ റോയിലുണ്ട്. അവരെയും കൂടി ഒന്ന് കൈയടിച്ച് അഭിനന്ദിച്ചാൽ. താങ്ക് യു സോ മച്ച്. ആ ഭർത്താവിന് ചില മാസങ്ങൾക്ക് മുമ്പ് അവരുടെ ഒരു സഹോദരൻ്റെ വിവാഹത്തിന് വേണ്ടി ചെന്നൈയിലേക്ക് പോയ സമയത്ത് അദ്ദേഹം ഒരു ഡ്രൈവറാണ്, വലിയ ലോറി പോലെയുള്ള വലിയ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവറാണ്. അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ തനിക്ക് ഓടിക്കാൻ വണ്ടിയൊന്നും കിട്ടിയില്ല. 3 മാസത്തോളം ഒരു വാഹനവും ഓടിക്കാനൊന്നും കിട്ടിയില്ല. പല രീതിയിലൊക്കെ അവർ ട്രൈ ചെയ്ത് കാണും, പക്ഷേ അവർക്ക് വാഹനമൊന്നും ഓടിക്കാൻ കിട്ടിയില്ല. അപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി, സ്വന്തമായിട്ടൊരു വാഹനം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ സമയത്ത് ഒരിക്കൽ TV പ്രോഗ്രാമിലൂടെ, കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് TV പ്രോഗ്രാമിലൂടെ ബ്രദർ ഡാമിൻ ഇങ്ങനെ പറഞ്ഞു, വാഹനം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ സഹോദരി വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം തൻ്റെ സഹോദരനും സഹോദരിയും വിളിച്ച് അവർ കുറേശ്ശെ പൈസ എല്ലാം കൊടുത്തു. അവരിന്നൊരു ലോറി വാങ്ങി. ആ ലോറിയാണ് ആ സഹോദരൻ ഓടിക്കുന്നത്. അത് മാത്രമല്ല, അതിന് പേരിട്ടിരിക്കുന്നത് ഇമ്മാനുവൽ എന്നാണ്. ഇമ്മാനുവൽ എന്ന് പേരും കൊടുത്തു. ഗ്രേറ്റ്. ദൈവത്തിൻ്റെ അനുഗ്രഹം തുടങ്ങിയാൽ പിന്നെ പിടിച്ചു നിർത്താൻ ആർക്കും സാധ്യമല്ല. ഹല്ലേലൂയ. കർത്താവേ, ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, എത്രത്തോളം അങ്ങ് ഈ കുടുംബത്തെ സ്നേഹിക്കുന്നു. വീണ്ടും വീണ്ടും രോഗം വെളിപ്പെട്ടു വരുമ്പോൾ എല്ലാവരും ഭയന്നു പോകും. എന്നാൽ ദൈവമേ, ഇവൾ പോലും അറിയാതെ അങ്ങ് ഇവളെ സൗഖ്യമാക്കിയതിനാൽ നന്ദി പറയുന്നു. കൂടാതെ കർത്താവേ, ആ കുടുംബത്തെ ജോലിയുടെ കാര്യത്തിലും ഒരു വാഹനം നൽകി അനുഗ്രഹിച്ചല്ലോ. ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പോൾ തന്നെ കർത്താവെ, ഇനിയും വിടുതലുകൾ ആവശ്യമുള്ള അനേകർ ഇവിടെ ഇരിപ്പുണ്ട്. ഈ സാക്ഷ്യം കാണുന്നുണ്ട്. അവരുടെ ജീവിതത്തിലും മഹാത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങട്ടെ. ഞങ്ങൾ ഇത്രയും പേർ ചേർന്ന് കർത്താവെ, ആവശ്യത്തിലും അതുപോലെ രോഗങ്ങളിലും ഒക്കെ ഇരിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഈ സഹോദരിക്ക് വേണ്ടി പ്രവർത്തിച്ച അതേ കരം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കണമേ. അങ്ങ് മുഖപക്ഷമില്ലാത്ത ദൈവമാണല്ലോ. അതിനാൽ ദൈവമേ, ഏവരെയും തൊട്ടനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് യു.
ഗൂഡല്ലൂരിൽ നിന്നുള്ള ആ സന്ദേശത്തിൻ്റെ ബാക്കി ഭാഗം, ഇന്നലെ കേട്ടതിൻ്റെ ബാക്കി ഭാഗമാണ് നിങ്ങളിനി കേൾക്കാൻ പോകുന്നത്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇറ്റ് വാസ് എ സ്ട്രേഞ്ച് അറ്റ്മോസ്ഫിയർ. ദ പ്രസൻസ് ഓഫ് ഗോഡ് വാസ് ഓസം. ദ പവർ ഓഫ് ഗോഡ് വാസ് ഓസം. അതിഭയങ്കരമായി അവിടെ കൂടി വന്ന ജനത്തിൻ്റെ മേൽ, ജനത്തിനിടയിൽ ദൈവത്തിൻ്റെ അദൃശ്യകരം പ്രവർത്തിച്ചത് കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു. അവിടെ ഒത്തിരി പേർ സ്റ്റേജിൽ വന്ന് അവർക്കുണ്ടായ അനുഭവങ്ങൾ ജനങ്ങളോട് പങ്കുവച്ചു. യേശു കർത്താവ് ഇന്നും ജീവിക്കുന്നു. ചുമ്മാ ജീവിക്കുകയല്ല, നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നമ്മുടെ കണ്ണുനീരൊപ്പാൻ, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കാൻ ഒക്കെ കർത്താവുണ്ട്. ഈ വചന ശുശ്രൂഷ നിങ്ങൾ ശ്രദ്ധയോടുകൂടെ സ്വീകരിച്ച ശേഷം അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28, 29, 30 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യേശു ഈ ഭൂമിയിലേക്ക് വന്നത്, ജീസസ് കെയിം ടു ഗിവ് റെസ്റ്റ് ടു ദി ഹെവി ലേഡൻ. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും ഒരാശ്വാസം നൽകുവാനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വിവിധ രീതിയിലുള്ള ക്ലേശങ്ങളുണ്ട്. പലരും സാധാരണ വസ്ത്രമൊക്കെ ധരിച്ചിങ്ങനെ നടക്കുന്നത് കാണുന്നെങ്കിലും പലരും അനേക ടൺ കണക്കിന് ഭാരം തലയിൽ ചുമക്കുന്നവരാണ്. ജീവിതത്തിൻ്റെ ഭാരം, മക്കളുടെ ഭാരം, കുടുംബത്തിൻ്റെ ഭാരം. ചില വ്യക്തികൾക്ക് സ്വന്തം കുടുംബത്തിൻ്റെ മാത്രമല്ല, പല കുടുംബങ്ങളുടെ ഭാരം. ചില വ്യക്തികൾ മൂത്ത മക്കളൊക്കെ ആയിട്ട് ജനിക്കുന്ന വ്യക്തികൾ പലപ്പോഴും അറിയാം, അവരുടെ തലയിലാണ്, തോളിലാണ് പലപ്പോഴും ഒത്തിരി ഭാരം വന്ന് അവർ ചുമക്കേണ്ടി വരുന്നത്. ഇളയ കുഞ്ഞുങ്ങളെല്ലാം നോക്കുവാനും പഠിപ്പിക്കാനും അവരെ ഒരു നിലയിലാക്കുവാനും ഒക്കെ ശ്രമിക്കുന്നതിനിടയിൽ അവരവരുടെ കാര്യം പലരും മറന്നുപോകും. കുറേ കഴിയുമ്പോൾ മനസ്സിലാകുന്നു, ദൈവമേ, എനിക്കായി ഞാനൊന്നും ചെയ്തില്ലല്ലോ, എല്ലാവർക്കും വേണ്ടി ഞാൻ ജീവിച്ചു. ഇങ്ങനെയുള്ള ഭാരങ്ങൾ ചുമക്കുന്നവരാണ് ഒത്തിരി മനുഷ്യർ. എന്നാൽ ബൈബിൾ പറയുന്നു, അധ്വാനിക്കുന്ന അങ്ങനെയുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശു ജനിച്ച വീട്ടിൽ മൂത്ത മകനായിട്ടാണ് യേശു ജനിച്ചത്, ഇളയ മകനായിട്ടല്ല. മാത്രമല്ല, യേശുവിൻ്റെ ജനനശേഷം കുറച്ച് കഴിയുമ്പോൾ ജോസഫിനെ കുറിച്ച് പിന്നെ ചരിത്രമില്ല. പലരും വിശ്വസിക്കുന്നത് ജോസഫ് എന്ന യേശുവിൻ്റെ വളർത്തു പിതാവ് നേരത്തെ തന്നെ മരിച്ചുപോയെന്നാണ്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ താഴേക്കുള്ള കുഞ്ഞുങ്ങൾ, മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 52 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, യേശുവിൻ്റെ കുഞ്ഞനുജന്മാരുടെയും അനുജത്തിമാരുടെയും പേരവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് യേശുവിൻ്റെ ഇളയതായി 6 പേരെങ്കിലും ആ വീട്ടിലുണ്ടായിരുന്നു. 4 സഹോദരന്മാരുടെയും 2 സഹോദരിമാരുടെയും കണക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരുടെ പേരും അവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് ആ വീട്ടിൽ ജോസഫും മറിയയും അപ്പനും അമ്മയുമായിരിക്കുന്ന ആ വീട്ടിൽ ഏറ്റവും മൂത്ത മകനായി യേശു ജനിച്ചു. അതിൻ്റെ താഴേക്ക് 6 സഹോദരങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായും അവരുടെയൊക്കെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ആരുടെ തോളിലായിരുന്നു? യേശുവിൻ്റെ തോളിലായിരുന്നു. യേശു അധ്വാനിക്കുകയും ആ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം നിവർത്തിക്കുകയും ചെയ്ത് കുടുംബത്തിൻ്റെ എല്ലാം 30 വയസ്സുവരെ പൂർത്തിയാക്കിയ ശേഷമാണ് അടുത്ത 3.5 വർഷം അവൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി, സ്വർഗത്തിലെ പിതാവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി താൻ സമയം ചെലവഴിച്ചത്. മറക്കരുത്. ഉറക്കെ സ്തുതിക്കാമോ? കൂടുതൽ ഉറക്കെ ദൈവത്തെ ചില നിമിഷങ്ങൾ 2 കൈകളും ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാമോ? കർത്താവ് ഈ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാ വ്യക്തികളുടെയും ഹൃദയത്തിലേക്ക് അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്നവൻ്റെ ആശ്വാസം ഇപ്പോൾ വന്ന് നിറയാൻ തുടങ്ങട്ടെ. അവരുടെ അവസ്ഥകൾ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൻ്റെ ഭാരങ്ങൾ കർത്താവേ, അവരുടെ തോളിൽ നിന്നും നിന്റെ തോളിലേക്ക് ഞാൻ മാറ്റുന്നു. ഹല്ലേലൂയ. വിവാഹം ചെയ്ത് അയച്ച കുട്ടികൾ വീണ്ടും തലയിൽ തന്നെ ഭാരമായി വന്നിരിക്കുന്ന പലരിവിടെ ഉണ്ട്. വളർച്ചയെത്തിയിട്ടും മക്കളുടെ ഭാരം ഇന്നും ചുമക്കുന്ന മാതാപിതാക്കൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ വിചാരിച്ച് ഇവർ വളർന്നു വരുമ്പോൾ എൻ്റെ ഭാരം കുറയുന്നു, പക്ഷേ പകരം ഇരട്ടിയായി മാറി. അങ്ങനെയുള്ളവരെല്ലാം ഭാരം ഇന്ന് യേശു ഏറ്റെടുക്കുക. സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം, ഹല്ലേലൂയ പറയാം. പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ച് സമർപ്പിച്ച് ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങാം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 9:56 വചനം പറയുന്നത്, ജീസസ് കെയിം ടു സേവ് us ഫ്രം
ഡിസ്ട്രക്ഷൻ. നാശത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാനാണ് യേശു വന്നത്. ചില കുടുംബങ്ങളൊക്കെ അവർക്ക് തന്നെ അറിയാം, ഞങ്ങൾ ശപിക്കപ്പെട്ട കുടുംബത്തിലാണ് ജീവിക്കുന്നത്. കാരണം എത്ര അധ്വാനിച്ചാലും എന്തൊക്കെ ചെയ്താലും ഒരു ഗതിയില്ല. നാശത്തിൽ കിടക്കുന്ന കുടുംബങ്ങളുണ്ട്, നാശത്തിൻ്റെ കോളനികളിൽ വളരുന്നവരുണ്ട്, നാശത്തിൻ്റെ അന്തരീക്ഷത്തിലും പശ്ചാത്തലത്തിലും വളരുന്ന കുടുംബങ്ങളുണ്ട്. എന്നാൽ യേശു എന്തിനാ വന്നത്? നാശത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ, നിത്യനാശത്തിൽ നിന്ന് രക്ഷിക്കുവാൻ മാത്രമല്ല, അതല്ലാതെയുള്ള നാശങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനാണ് യേശു വന്നത്. മത്തായി എഴുതിയ സുവിശേഷം 26-28 വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ജീസസ് കെയിം ടു മേക്ക് എ ന്യൂ കവനന്റ്. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുവാൻ വേണ്ടിയാണ്. ഇതിന് മുൻപുള്ള ഉടമ്പടിയുണ്ട്, പഴയ ഉടമ്പടി. എല്ലാവരും പറയാമോ പഴയ ഉടമ്പടി? പറഞ്ഞേ. എന്നാൽ യേശു എന്താ പറഞ്ഞത്? ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുവാനാണ്. യേശു കർത്താവ് ക്രൂശിൽ തറയ്ക്കപ്പെടുന്നതിൻ്റെ തലേ രാത്രിയിൽ ശിഷ്യന്മാരെല്ലാം വിളിച്ചുകൂട്ടി. അവരെല്ലാവരും ചേർന്ന് പെസഹ ആചരിക്കുകയാണ്. യഹൂദന്മാരുടെ ആചാരപ്രകാരമുള്ള പെസഹയുടെ വിഭവങ്ങളെല്ലാം നിരന്നിരിക്കുമ്പോൾ യേശു പെസഹയുടെ മേശയിൽ നിന്നും അപ്പം എടുത്തുയർത്തി. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാകുന്നു, ഇതിൽ നിന്നും വാങ്ങി നിങ്ങൾ ഭക്ഷിക്കുവിൻ എന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്ത് നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. അപ്പോൾ ഓരോ ശിഷ്യനും അത് വാങ്ങി കഴിക്കുമ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി: ഞാൻ കഴിക്കുന്നത് യേശുവിൻ്റെ ശരീരമാണ്. അവൻ്റെ ശരീരം അവൻ നമുക്ക് തന്നിരിക്കുന്നു. അതിനുശേഷം യേശു പാനപാത്രം അല്ലെങ്കിൽ വീഞ്ഞു കപ്പ് എടുത്തുയർത്തി. എന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ രക്തത്തിൽ നിന്നുള്ള പുതിയ ഉടമ്പടി ആകുന്നു. എല്ലാവരും പറഞ്ഞ പുതിയ ഉടമ്പടി. എന്താ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്? ഒരു പുതിയ ഉടമ്പടി. ആ ഉടമ്പടിയുടെ പ്രത്യേകത, അതൊരു രക്ത ഉടമ്പടിയാണ്. കർത്താവ് എന്താ പറഞ്ഞത്? ഇത് പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. ഇതിനു മുൻപ് പഴയ ഉടമ്പടി നിലവിലിരുന്ന കാലത്ത് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്, ദേവാലയത്തിൽ യാഗപീഠത്തിൽ ഒരു മൃഗത്തെ കിടത്തി ആ മൃഗത്തെ കൊന്ന് ആ രക്തമാണ് അവിടെ യാഗരക്തമായി ഒഴിക്കുന്നത്. എന്നാൽ യേശു വന്നപ്പോൾ യേശു എന്താ ചെയ്തത്? യേശു ചെന്ന് ഒരു ആടിനെയോ കാളയെയോ കൊണ്ടുപോയി ബലി കഴിക്കുകയല്ല ചെയ്തത്. യേശു ക്രൂശിൽ തൻ്റെ സ്വന്തം രക്തം നമുക്ക് വേണ്ടി തന്ന് യാഗരക്തമായി അർപ്പിച്ചിട്ട് പറയുകയാണ്, ഈ രക്തം പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. ഈ പുതിയ ഉടമ്പടിയുടെ പ്രത്യേകത പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ രക്തം നിങ്ങളുടെ പ്രായശ്ചിത്തത്തിന് വേണ്ടി, പാപപരിഹാരത്തിന് വേണ്ടി ഞാൻ ചിന്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി നിങ്ങളാരും ശിക്ഷ അനുഭവിക്കേണ്ട. ഞാൻ കാൽവരി ക്രൂശിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. എത്ര പേർ യേശുവിന് നന്ദി പറയും? ഇനി നമ്മൾ ആരും പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ട, യേശു അനുഭവിച്ചു കഴിഞ്ഞു. ഈ പുതിയ ഉടമ്പടി പറയുന്നത്, ഞാൻ ഈ രക്ത ഉടമ്പടിയിലൂടെ എല്ലാവരെയും വീണ്ടെടുത്തിരിക്കുന്നു. ഇനി ഈ ഉടമ്പടിയിൽ നിൽക്കുന്ന ആരും നശിച്ചു പോകുകയില്ല, എല്ലാവരെയും ഞാൻ രക്ഷിക്കും. ഈ ഉടമ്പടി, പുതിയ ഉടമ്പടി പറയുന്നത്, ഇവരെല്ലാവരും എൻ്റേതാകയാൽ അവരുടെ ശത്രുക്കൾ എൻ്റെ ശത്രുക്കളാകുന്നു. അതിൻ്റെ അർത്ഥം, നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ശത്രു ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ശത്രുവ, നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ആവശ്യമില്ല, അവൻ കൈകാര്യം ചെയ്തോളും. ഹല്ലേലൂയ. ഒരു സന്തോഷ വാർത്ത പറയാൻ ആഗ്രഹിക്കുന്ന ചിലരൊക്കെ പൈശാചിക ശക്തികളാൽ പീഡിപ്പിക്കപ്പെടുന്നവരായിരിക്കും. രാത്രി ദുസ്വപ്നങ്ങൾ കാണുന്നു, ചില പൈശാചിക ശക്തികൾ വരുന്നു, പീഡിപ്പിക്കുന്നു. അങ്ങനെയുള്ള പലരും ഇതിന് മധ്യത്തിലുണ്ട്. എന്നാൽ യേശു ഈ പുതിയ ഉടമ്പടി പ്രകാരം അവരോട് പറയുന്നത് ഇങ്ങനെയാണ്: ആ സാത്താൻ, ആ ശത്രു ഇനി നിന്റെ ശത്രുവല്ല,
എൻ്റെ ശത്രുവാണ്, ഞാൻ അതിനെ കൈകാര്യം ചെയ്യും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല. ആരും അവനെ എൻ്റെ അടുക്കൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ഞാൻ അവരെ സൂക്ഷിക്കും. ഹല്ലേലൂയ. ഈ രക്ത ഉടമ്പടി, യേശുവിൻ്റെ ഉടമ്പടി നമ്മോട് പറയുന്നത് എന്നേക്കും എന്നേക്കും നാം അവൻ്റെ സ്വന്തം കുഞ്ഞാണ്. നിത്യമായ ഒരു ഉടമ്പടിയാൽ അവൻ നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ്. കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാമോ? ഈ സമയത്ത് യേശുവിൻ്റെ മുൻപാകെ നമ്മെ ഒരിക്കൽ കൂടെ പുനർസമർപ്പിക്കാൻ പോകുകയാണ്. എന്നോട് ചേർന്ന് പറയാം, കർത്താവായ യേശുവേ, എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അങ്ങ് മരിക്കുകയും അങ്ങയുടെ രക്തം എനിക്ക് വേണ്ടി ചിന്തുകയും ചെയ്തതുകൊണ്ട് ഇന്ന് ഞാൻ എല്ലാ ശിക്ഷയിൽ നിന്നും സ്വതന്ത്രനായി പുറത്തു വന്നിരിക്കുന്നു. യേശുവേ, എനിക്ക് വേണ്ടി മരിച്ചതിന് നന്ദി പറയും. ഇതുവരെ ഞാൻ ചെയ്ത എല്ലാ പാപങ്ങളും ഞാൻ ഏറ്റുപറയുന്നു. എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. പാപങ്ങളിൽ നിന്നും മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് ഞാനിപ്പോൾ തിരിയുന്നു. ദൈവമേ, പിതാവേ, എന്നെ കൈക്കൊള്ളണമേ. യേശുവിന്റെ നാമത്താൽ എന്നെ സ്വീകരിക്കണമേ. അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ. പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. യേശു മരിക്കുക മാത്രമല്ല, മരണശേഷം മൂന്നാം ദിവസം എനിക്ക് വേണ്ടി മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, ഇപ്പോൾ അങ്ങന്റെ കർത്താവും ദൈവവും രക്ഷകനുമെന്ന് ഞാൻ ഏറ്റുപറയുന്നു. ഈ നിമിഷം മുതൽ കർത്താവിനായി മാത്രം ജീവിക്കുമെന്ന് ഞാനിപ്പോൾ കഠിനമായ ഒരു തീരുമാനമെടുക്കുന്നു. യേശുവിനെ വിട്ട് ഞാൻ ജീവിക്കയില്ല. ഇന്നു മുതൽ ദൈവത്തിന്റെ വചനം വായിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സത്യത്തിലും ആത്മാവിലും അങ്ങേ ആരാധിച്ച് ജീവിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നെ സ്വീകരിച്ചതിനാൽ നന്ദി പറയും. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് ഈ എപ്പിസോഡ് രോഗികളായിരുന്നുകൊണ്ട് കാണുന്ന ഒത്തിരി പേരുണ്ട്. പലവിധ രോഗങ്ങൾ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആദ്യമായി ഞാൻ എൻ്റെ ആത്മാവിൽ കാണുന്നത് ശരീരത്തിൽ പല സ്ഥലങ്ങളിലും മുഴ, പ്രത്യേകിച്ച് ഈ പൊക്കിളിൻ്റെ ഭാഗത്തായി വയറിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്നൊരു മുഴ. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ കയ്യിലും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന മുഴകൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതോട് ചേർന്ന് വയറിൻ്റെ അകത്ത്, ആമാശയത്തോട് ചേർന്നോ ഗർഭാശയത്തിനകത്തോ അല്ലെങ്കിൽ കിഡ്നിയോട് ചേർന്നോ ഒക്കെയുള്ള എക്സ്ട്രാ ഗ്രോത്തുകളും മുഴകളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അപ്രത്യക്ഷമാകട്ടെ. സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. എപ്പിലെപ്സി യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ ഉറങ്ങാൻ കഴിയാതെ വളരെ പ്രയാസപ്പെടുന്ന ചില വ്യക്തികളെ കർത്താവ് ഇന്ന് അനുഗ്രഹിക്കുന്നു. മനസ്സ് ശാന്തമാകുന്നു. അതുപോലെ ഒരു നല്ല ഉറക്കം ഇന്ന് മുതൽ കർത്താവ് നൽകാൻ ആഗ്രഹിക്കുന്ന യേശുവിൻ നാമത്തിൽ അത് സ്വീകരിക്കുക. കുഞ്ഞുങ്ങളില്ലാത്തവരെ അങ്ങയുടെ നാമത്തിൽ ഞാനിപ്പോൾ അനുഗ്രഹിക്കുന്നു. അസ്ഥികൾ വളഞ്ഞിരിക്കുന്ന ചില വ്യക്തികൾ, നിങ്ങൾക്ക് ഭയങ്കര ഒരു അപകർഷതാ ബോധമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ വളഞ്ഞിരിക്കുന്നത് നേരെയാവട്ടെ. താങ്ക് യു ഫാദർ, ഇൻ ജീസസ് നെയിം. എല്ലാവിധ അലർജികളും മാറിപ്പോട്ടെ. സ്കിന്നിലുള്ള പ്രത്യേക രീതിയിലുള്ള അലർജികൾ, അതുപോലെ സ്കിന്നിൽ പല സ്ഥലങ്ങളിൽ ചൊറിഞ്ഞ് ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ കറുത്ത പാടുകളോ ബ്രൗൺ നിറത്തിലുള്ള പാടുകളൊക്കെ ആയി കിടക്കുന്ന ആ രോഗം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. എയ്ഡ്സ് രോഗം സൗഖ്യമാകട്ടെ. മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. ദൈവിക വിടുതലും സൗഖ്യവും ഇപ്പോൾ കർത്താവെ ജനങ്ങളിൽ അങ്ങ് പകരുന്നതിനാൽ നന്ദി പറയുന്നു. നട്ടലിൻ്റെ പ്രയാസങ്ങൾ സൗഖ്യമാകട്ടെ.
ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ദൈവിക രോഗസൗഖ്യം വിടുതലും ഓരോ വ്യക്തികളിലേക്കും. ഞാനിത് പറയുമ്പോൾ ചില ശരീരങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടായിട്ട് എന്തോ ഷോക്കടിക്കുന്നത് പോലെ ഒക്കെ തോന്നുന്ന ചില വ്യക്തികളുണ്ട്. അതിശക്തമായി ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ ചില ശരീരങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗഖ്യമാകട്ടെ. കിടപ്പ് രോഗികൾ ഇപ്പോൾ തന്നെ നിങ്ങൾ വിശ്വാസത്തോടെ എഴുന്നേൽക്കുക. താങ്ക് യു ലോർഡ്. എഴുന്നേൽക്കുക ഇൻ ജീസസ് നെയിം. ക്രച്ചസ് ഉപയോഗിച്ച് നടക്കുന്നവർ ക്രച്ചസ് മാറ്റി യേശുവിൻ്റെ കയ്യിൽ പിടിച്ച് നടക്കാൻ തുടങ്ങുക. സൗഖ്യങ്ങളുണ്ടാകട്ടെ. കാണാൻ കഴിയാത്ത കണ്ണുകൾ യേശുവിൻ നാമത്തിൽ തുറന്നു വരട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ സംസാരിക്കാത്ത അധരങ്ങൾ സംസാരിക്കാൻ തുടങ്ങട്ടെ. കേൾക്കാത്ത കാതുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കട്ടെ. ദൈവിക രോഗസൗഖ്യം കർത്താവെ നീ പകരുന്നതിനാൽ നന്ദി പറയും, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ആഴ്ചയിൽ വെള്ളിയാഴ്ച കോയമ്പത്തൂരിൽ വീണ്ടും ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. അവിടെ പവർ കട്ടൊക്കെ ഉള്ളതുകൊണ്ട് പല സമയത്തും TV പ്രോഗ്രാമുകൾ ബ്ലെസ്സിങ് ടുഡേ പലർക്കും കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ബന്ധുമിത്രാദികൾ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഫോൺ ചെയ്ത് പറയണം. വെള്ളിയാഴ്ച നടക്കുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ അവരെ ക്ഷണിക്കണം. നിങ്ങൾക്കും വരാം. അതുപോലെ ശനിയാഴ്ച തൃശ്ശൂരിൽ അടുത്ത ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും വളരെ മാർവലസ് ആയ ഒരു ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ബൈ. Once again, welcome back to Bible and New. ഇന്നത്തെ ചോദ്യം ഇതാണ്: ശിഷ്യന്മാരുടെ ഒപ്പം ഇരുന്ന് എന്ത് കഴിക്കുവാനാണ് യേശു ആഗ്രഹിച്ചത്? What did Jesus desire to eat with his disciples? Options: A. അപ്പം, B. പെസഹ, C. പിതാവിന്റെ ഇഷ്ടം, D. മീൻ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരം അയക്കുന്നതിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്ത് ഞങ്ങൾ OM ബോക്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം അയച്ചു തരുന്നതാണ്. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.